അങ്ങനെ കർണാടകയിലെ JDSും BJPയും സമ്മതിച്ചു, കേരളത്തിൽ ഞങ്ങൾക്കൊരു മന്ത്രിയും ഒരു MLAയും ഉണ്ടെന്ന്. ഇവിടെ എന്തൊക്കെ പോകില്ലായിരുന്നു? മലപ്പുറം കത്തി, മെഷീൻ ഗൺ, ബോംബ്, അമ്പും വില്ലും. ഒടുവിൽ പവനാഴി ശവമായി. മാത്യു ടി തോമസിൻ്റെയും കൃഷ്ണൻകുട്ടിയുടെയും തനിനിറം പുറത്തായി. കാര്യം എന്തെന്ന് മനസ്സിലായില്ല അല്ലേ? എങ്കിൽ കേട്ടോളൂ. കർണാടകയിലെ BJP സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ കേരളത്തിലെ JDS നേതാക്കളായ മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെയും JDS സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസിൻ്റെയും വർണ്ണശബളമായ ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാംഗ്ലൂർ റൂറലിൽ BJP സ്ഥാനാർത്ഥിയായ ദേവഗൗഡയുടെ മരുമകൻ ഡോക്ടർ മഞ്ജുനാഥയ്ക്ക് സ്വീകരണം നൽകുന്നുവെന്ന പോസ്റ്ററിലാണ് ഇവിടുത്തെ LDF നേതാക്കന്മാരായ ഈ കേമന്മാരുടെ ചിത്രങ്ങളുള്ളത്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലെ റെയിൽവേ ലേഔട്ടിൽ നടത്തിയ പരിപാടിയുടെ പോസ്റ്ററിലാണ് കേരളത്തിലെ ഈ JDS നേതാക്കളുടെ ഇരിക്കുന്നതും കിടക്കുന്നതും നിൽക്കുന്നതുമൊക്കെ വിവിധ പോസുകളിലുള്ള ചിത്രങ്ങൾ അച്ചടിച്ചിരിക്കുന്നത്. JDSൻ്റെ സേവാദൾ നേതാവ് ബസവരാജാണ് പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത്. JDS ദേശീയതലത്തിൽ BJPക്കൊപ്പമാണെങ്കിലും കേരളത്തിൽ LDFനൊപ്പമാണ്. ഇതാണ് സതീശനും സുധാകരനും പറയുന്നത് CPMന് BJPയിലേക്കുള്ള പാലമാണ് JDS എന്ന്. അതിനുള്ള തെളിവാണിത്. ഇവിടെ ഇവർ LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രസംഗിക്കും. 10 കിലോമീറ്റർ പോയാൽ BJPക്ക് വേണ്ടി പ്രസംഗിക്കും. നാണമില്ലേ നേതാക്കളെ നിങ്ങൾക്ക്? ഇനിയും നിങ്ങളുടെ വാക്കുകൾ കേട്ട് CPM മിണ്ടാതിരിക്കുന്നത് അതിശയം തന്നെയാണ്. ചവിട്ടി പുറത്താക്കണം. ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കാതെ BJPയോടൊപ്പം പോയി പ്രവർത്തിക്കട്ടെ. മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും എന്തൊക്കെ ഡയലോഗുകളാണ് കാച്ചുന്നത്. ഇനി അതൊന്നും വില പോകില്ല.